വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൈത്തണിൽ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്തതാണ് നോക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡാറ്റനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കണ്ടെയ്നർ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ a = 10 എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ 10 എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഡാറ്റയുടെ വാല്യൂ ആണ്. 10 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് a എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൻ്റെ ഉള്ളിലേക്കാണ്. ഇതിൽ a നമുക്ക് വേരിയബിൾ എന്ന് പറയാം. അതുപോലെ നമുക്ക് നെയിം = ഒരു പേര് കൊടുക്കാം, ABC എന്ന് പറഞ്ഞു കൊടുക്കാം. ഇവിടെ എന്താ, ABC എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വാല്യൂ ആണ്. ആ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെയാണ് പൈത്തണിൽ വേരിയബിൾസ് എഴുതാൻ നോക്കാം. പൈത്തണിൽ വേരിയബിൾ എഴുതുന്നതിനുള്ള സിന്റാക്സ് ആണ് പറയുന്നത്. ആദ്യം വേരിയബിളിന് ഒരു നെയിം ഉണ്ടായിരിക്കും. വേരിയബിളിന്റെ നെയിം = വേരിയബിളിന്റെ വാല്യൂ. എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത് അത് എഴുതാം. ഇനി നമുക്ക് ഈ ഒരു സിന്റാക്സ് വെച്ചിട്ട് എങ്ങനെയാണ് വേരിയബിൾ പൈത്തണിൽ യൂസ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാൻ a = 10 തന്നെ കൊടുക്കുകയാണ്. ഇനി എയുടെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യിക്കാം. പ്രിന്റ് a എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. വേരിയബിൾ പ്രിന്റ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ആ വേരിയബിളിന്റെ പേര് സിംഗിൾ കോട്ടിലോ ഡബിൾ കോട്ട്സിലോ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. അപ്പൊ നമുക്ക് വാല്യൂ വന്നു. ഇനി നമുക്കൊരു നെയിം ആണെങ്കിൽ നെയിം പ്രിന്റ് ചെയ്യിക്കാം. നെയിം = ABC എന്ന് കൊടുക്കാം. വേരിയബിളിൽ സ്ട്രിങ്ങുകൾ, വേർഡുകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് നെയിം എന്ന് പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ആ നെയിമിന്റെ വാല്യൂ ആയിട്ടുള്ള ABC എന്ന് പറഞ്ഞത് പ്രിന്റ് ചെയ്തു. ഇങ്ങനെയാണ് വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു വാല്യൂവിനെ പ്രിന്റ് ചെയ്യിക്കുന്നത്. അടുത്തതായി വേരിയബിൾസ് എഴുതണ സമയത്ത് നമ്മൾ പാലിക്കേണ്ടതായ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ആ റൂൾസിനെ കുറിച്ച് നമുക്ക് പറയാം. ഫസ്റ്റ് റൂളാണ്, വേരിയബിൾസ് എഴുതുന്നത് ഒരു ലെറ്ററിലോ അല്ലെങ്കിൽ അണ്ടർസ്കോറിലോ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, വേരിയബിൾസിനെ ഇങ്ങനെ ഒരു ലെറ്ററിൽ തുടങ്ങാം. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി വലിയ നെയിം ആണെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് _നെയിം ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വേരിയബിൾസ് ഒരു നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. മൂന്നാമത്, വേരിയബിൾസിൽ ഉണ്ടായിരിക്കേണ്ടത് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അണ്ടർസ്കോർ മാത്രമായിരിക്കണം. സ്പെഷ്യൽ സിംബൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. ദെൻ ശ്രദ്ധിക്കേണ്ടത്, വേരിയബിൾ നെയിം കേസ് സെൻസിറ്റീവ് ആയിരിക്കും. അതായത് ഞാനിപ്പോൾ ഇവിടെ നെയിം എന്ന് സ്മോൾ ലെറ്ററിൽ അടിച്ചു. ഇനി ക്യാപ്പിൽ അടിച്ചു നോക്കാം. സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്യിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വേരിയബിൾസിനെ പ്രിന്റ് ചെയ്യിക്കാം. അപ്പം നമുക്ക് രണ്ട് വാല്യൂ ആണ് കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ നെയിം എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതിയതും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയതും രണ്ടും രണ്ടായിട്ടാണ് എടുത്തേക്കുന്നത്. അതിനെയാണ് കേസ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേരിയബിൾസ് എഴുതുന്ന സമയത്ത് പൈത്തൻ്റെ കീവേഡ്സ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ പൈത്തന്നെ തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രിന്റ് എന്ന് പറഞ്ഞത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പൈത്തൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റാന്ന് പൈത്തൻ അറിയാം. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡുകളെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഈ കീവേഡ്സ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമ്മൾ വേരിയബിൾസിന് പേര് കൊടുക്കാൻ പാടില്ല. അപ്പോൾ വേരിയബിൾസ് എഴുതുമ്പോൾ വേരിയബിൾസിന് നെയിം കൊടുക്കണ സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ഡാറ്റ ടൈപ്പ് എന്താന്ന് നോക്കാം. അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള കണ്ടെയ്നർ ആണെന്ന് പറഞ്ഞു. ഈ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരു നമ്പർ ആവാം, അതുപോലെ ഒരു വേർഡ് ആവാം, സ്ട്രിങ് ആവാം, പല ടൈപ്പ് വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല വാല്യൂസിനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റകൾ പല രീതിയിലായിരിക്കാം, ഒന്നെങ്കിൽ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രിങ് ആയിരിക്കാം, അങ്ങനെ. അപ്പോൾ അതിനെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. ഈ വാല്യൂ ഇവിടെ എന്ത് ടൈപ്പാണ്? ഇൻറ്റീജർ ടൈപ്പാണ്. 10 എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ നമ്പറാണ്. അതുപോലെ ഞാനിപ്പോൾ 10.5 എന്ന് അടിക്കുകയാണെങ്കിൽ അതൊരു പോയിന്റ് നമ്പറാണ്.
അപ്പോൾ ഇതുപോലെ പല ടൈപ്പിലുള്ള ഡാറ്റകളായിരിക്കും നമ്മളൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവുക. അതിനെയാണ് ഡാറ്റ ടൈപ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. എയുടെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ചിലപ്പോൾ ഒരു സ്ട്രിങ് ആയിരിക്കാം. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് ഉദ്ദേശിച്ചത്. സ്ട്രിങ് ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ പല ടൈപ്സ് ഓഫ് ഡാറ്റ ആയിരിക്കാം. ഇതിനെയൊക്കെ നമുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. മറ്റു പ്രോഗ്രാമുകളിലെ പോലെ ഡാറ്റയുടെ ടൈപ്പ് എന്താണെന്ന് പൈത്തണിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ടൈപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എനെ കൊടുക്കാം. എയുടെ ടൈപ്പ് എന്താണെന്ന് കിട്ടി. ഇനി അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. പ്രിന്റ് എന്ന് കൊടുത്തു. സേവ് ചെയ്യാം, റൺ ചെയ്യാം. ഇതൊരു സ്ട്രിങ് ടൈപ്പാന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ഹലോ എന്നുള്ളത് ഒരു ഇൻറ്റീജർ നമ്പർ ആക്കി നോക്കാം. 10 ആക്കി നോക്കാം. ഇനി ഡാറ്റയുടെ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇൻറ്റീജർ ടൈപ്പാണ്. then അതിനൊരു പോയിന്റ് നമ്പർ ആക്കി മാറ്റാം. 10.5 ആക്കി. ഇനി നമുക്ക് ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫ്ലോട്ട് എന്ന് കിട്ടി. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ പോയിന്റ് നമ്പേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റയുടെ ടൈപ്സ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഡാറ്റ ടൈപ്സ് എന്താന്ന് പറഞ്ഞു. പല ടൈപ്പ് ഡാറ്റേനെ ചെക്ക് ചെയ്യാനായിട്ട് ടൈപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. ഈ വീഡിയോയിൽ നമ്മൾ വേരിയബിൾസിനെ കുറിച്ചും ഡാറ്റ ടൈപ്പിനെ കുറിച്ചുമാണ് നോക്കിയത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.